തീർച്ചയായിട്ടും നമ്മുടെ കാളിദാസ് പറഞ്ഞ പോലെ അവരെ പറഞ്ഞ, പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലെ ഓരോ പോയിന്റിലും മുൻപന്തിയിൽ എത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, കണ്ണൂർ ജില്ലക്കാരിയാണ്. ഹയർ സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ടില് തുടർച്ചയായിട്ട് 3ാമത്തെ വർഷമാണ് എ ഗ്രേഡ് നേടുന്നത്. 3ാം വർഷം, 1ഉം 2ഉം അല്ല, 3ാമത്തെ വർഷം കണ്ണൂർക്കാരി. പേരെന്താണ്? ഐശ്വര്യ ജ്യോതിഷ്. അപ്പൊ ഇദ്ദേഹമാണ് ജ്യോതിഷ്. അപ്പൊ ഐശ്വര്യ നിങ്ങളാണ്. അമ്മയുടെ പേരെന്താ? വിസ്മിന. വിസ്മിന. ഇവിടെ വന്നിട്ടുണ്ടോ? എവിടെ എവിടെ എവിടെ? അവിടെയുണ്ട്. എന്തായാലും പിന്നെ നമുക്ക് നേരിട്ട് പരിചയമുള്ള വ്യക്തിയോടാണ്. ഇദ്ദേഹം നല്ലൊരു നാടക നടനായിരുന്നു. ഇപ്പം ഗൾഫിലാണ്, നാട്ടിൽ വന്നു. കഥാപ്രസംഗം മോഹിനിയാട്ടില്ലല്ലോ, ഇല്ല. നാടകം കഥാപ്രസംഗം അവതരിപ്പിച്ച ആളാണ് ജോയിഷയുടെ അച്ഛൻ. ഇപ്പം നിങ്ങളുടെ ഗുരുനാഥൻ ആരാണ്? ദേവദാസൻ സർ, പള്ളിപ്പുറം ദേവദാസായിട്ടാണ്. ഓക്കെ. എത്ര വർഷമായിട്ട് സംഗീതം പഠിക്കുന്നുണ്ട്? 12 വർഷമായി. മൊത്തം എങ്ങനെ മത്സരം ഉണ്ടായിരുന്നു? മാപ്പിളപ്പാട്ട് മത്സരം നല്ല കോമ്പറ്റീഷൻ, നല്ലതാണ്. 3ാമത്തെ വർഷമായി എ ഗ്രേഡ്. അതിന് സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക് പാടാം. റെഡി? സ്കൂളിന്റെ പേര് പറഞ്ഞില്ല. CHMHSS കണ്ണൂർ. ഓക്കെ, റെഡി. മതമേ മതിത്ത് പൊർപ്പതി ജാതക പുലിമാർ ഷഹീദർ മർത്തബകൾ കുറുക്കിട ചേരും ലക്ഷണമുറ്റേ നാദർ പദവികൾ മെത്തേ കത്തനുൾ ബൈത്തിൽ എത്തി നിലപ്പതായേ പാരിതം മത്തിര കുഫറും ബെത്തൽ ഉറ്റിത്തരിപ്പതായേ ചിദംബലി കൊട്ട് ബൻവിളി കൂറ്റു ശർത്തി അശരത്തിൽ മുട്ടി ചേർന്ന തരം തരം പടായുധങ്ങളും തോക്ക് വെട്ടി മതമേ മതിത്ത് പൊർപ്പതി ജാതക പുലിമാർ ഷഹീദർ. ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു സിനിമ പാട്ടിന്റെ ഒരു 4 വരി പാടുമോ? റെഡി? പാട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ടുണ്ട്, 4 വരി. രാജഹംസമേ മഴവിൽ കൂടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. സൂപ്പറായി പാടി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇനി കണ്ണൂരാണ് ഇപ്പൊ മുന്നിലുള്ളത്. അങ്ങനെ പോയിന്റ് കൂടി വരുമ്പോൾ നമുക്ക് അവസാന ദിവസം എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് എല്ലാവർക്കും വിജയാശംസ നേരുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പം എല്ലാം പറഞ്ഞ പോലെ